ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ സ്നേഹക്കൂടിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ നല്ല അടിപൊളി വിശേഷം തന്നെയാണ് കേട്ടോ. നമ്മുടെ സേതു അതുപോലെ തന്നെ പ്രതാപന്റെ ആ മൂക്ക് കൊണ്ടുള്ള ഇത്ര ഇങ്ങനെ വരയ്ക്കുന്നൊക്കെ കാണണ്ടേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ടീച്ചർമാരെയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തന്നെ ഉണ്ട്, കോളേജിലാണ്. അപ്പൊ പല്ലവി ടീച്ചറും അതുപോലെ തന്നെ മാധുരി മിസ്സും അതുപോലെ തന്നെ എല്ലാ ടീച്ചർമാരും ഉണ്ട്. അപ്പൊ അവരുടെ ഒരു മീറ്റിംഗ് ആണ് കേട്ടോ നടക്കുന്നത്. അപ്പൊ ഹെഡ് ഓഫ് മാനേജർ അങ്ങോട്ടേക്ക് വന്നു. സാർ അങ്ങോട്ടേക്ക് വന്നിട്ട് അപ്പോ നമ്മളിന്ന് ഇവിടെ എവിടെ എന്തിനാ കൂടിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഇവരാരും മിണ്ടണില്ല. വെക്കേഷനാണ് വരുന്നത്. ഈ വെക്കേഷന് നമ്മുടെ കോളേജിലും ഒരു വ്യത്യസ്തമായൊരു കോഴ്സ് തുടങ്ങാൻ പോവുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതെന്താന്ന് വെച്ചാൽ കോഴ്സിനെ പറ്റി ഒരു പൊതുവായിട്ട് എല്ലാ കോളേജുകളിലും ഇപ്പൊ താൽക്കാലികമായിട്ട് നടത്താറുണ്ട്. പക്ഷെ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരു ബിസിനസ് കൂടിയാണല്ലോ. അതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു രീതിക്ക് ശ്രമിക്കുന്നു എന്ന് മാത്രം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് തന്നെ പറയാം. അപ്പൊ വേഗം തന്നെ നമ്മുടെ മാധുരി മിസ് എഴുന്നേറ്റ് അവിടെ ചെന്ന് നിന്ന് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. അപ്പൊ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ ഒരു സർട്ടിഫിക്കറ്റ്, ഇംഗ്ലീഷ് മാത്രമല്ല മറ്റൊരു വിദേശ ഭാഷയായ ഫ്രഞ്ച് കൂടി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമല്ലോ. ആകെ 10 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ. അതെ, ഒരു 2 പേരുടെ പേര് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബാക്കിയുള്ളതിൽ 9 ബാക്കിയുള്ള എല്ലാവരും തന്നെ പുറത്തുനിന്നുള്ളവരായിരിക്കും കൂടുതൽ എന്ന് പറഞ്ഞു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് സാർ, എന്തിനാ ഇങ്ങനെ ഒരു കോഴ്സ് എന്ന് ചോദിച്ച ഉടനെ സ്വാതിയുടെ വകയായിരുന്നു ആ ചോദ്യം. അതെ, ഇൻകം ജനറേറ്റ് ചെയ്യാൻ തന്നെയാണ്, മറ്റൊരു സാധ്യതയും ഇല്ല. അത് വിട്ടുകളയണ്ട എന്നാണ് മാനേജ്മെന്റിന്റെ തീരുമാനം. പിന്നെ മാത്രവുമല്ല, ഇതൊരു നല്ലൊരു കോഴ്സ് കൂടിയാണല്ലോ. എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. ഇതിന് 3 ടീച്ചേഴ്സിനെ ആയിരിക്കും ഈ കോഴ്സിന്റെ ചുമതല. ആനി ടീച്ചർ, പല്ലവി ടീച്ചർ, മാധുരി ടീച്ചർ. ഇവർക്ക് 3 പേർക്കുമായിരിക്കും ഈ കോഴ്സിന്റെ ഇൻചാർജ്. അപ്പം ഇവർ വേണം ഈ കോഴ്സ് ഭംഗിയായിട്ട് എന്താ പറയാ എല്ലാം മുൻപോട്ട് നടത്തിക്കൊണ്ട് പോവാൻ എന്ന് പറഞ്ഞു. ഇതോടെ കേട്ടപ്പോ സ്വാതിയുടെ മുഖം ആകെ പോയി. ഓക്കെ, അപ്പൊ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കി കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അപ്പൊ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോ സ്വാതി പല്ലവി പിടിച്ചു നിർത്തുകയാണ്. ഒന്ന് നിന്നേ, എനിക്ക് വെക്കേഷൻ ക്ലാസ്സിന് ചേരാൻ താല്പര്യമുണ്ടെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞോ? പിന്നെ നിങ്ങൾ എന്തിനാ പേര് കൊടുത്തേ എന്ന് ചോദിച്ചു. ആരോട് ചോദിച്ചിട്ടാ കൊടുത്തത്? നല്ല കോഴ്സാ, പഠിക്കുന്നത് നല്ലതാ സ്വാതി എന്ന് പറഞ്ഞു. പഠിക്കണോ ചീത്തയോ, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ആരെങ്കിലും കേൾക്കും, നീ ഒന്ന് പതുക്കെ പറ, കേക്കട്ടെ. എന്റെ അനുവാദം ഇല്ലാതെ എന്റെ ഭാവിയെ കുറിച്ച് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് ആരാ അധികാരം തന്നത്? അതെനിക്ക് അറിയണം. ഇത് നമുക്ക് വീട്ടിൽ വെച്ച് സംസാരിക്കാം. ഇത് കോളേജല്ലേ, പഠിപ്പിന്റെ കാര്യമുണ്ടായി ഇവിടെ വെച്ച് സംസാരിക്കുന്നത്. മേലാൽ എന്റെ പേഴ്സണൽ ആക്ടിവിറ്റീസിൽ നിങ്ങൾ കയറി ഇടപെടരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആരാ പറഞ്ഞൊന്ന് കേക്കട്ടെ. ആരുമല്ല. അനിയത്തിയാണോ, മകളാണോ, കൂട്ടുകാരിയാണോ, അമ്മാവിന്റെ മോളാണോ? അല്ലല്ലോ, ആരുമല്ല. അതുകൊണ്ട് പിന്നെ എന്തിനാ നിങ്ങളെ എന്റെ കാര്യത്തിൽ ഇങ്ങനെ കയറി ഇടപെടുന്നത്? ഞാൻ നിന്റെ നന്മയെ കരുതി ചെയ്ത സ്വാതി. അങ്ങനെ നിങ്ങള് ഒരുപാട് നന്മ എന്നോട് കാണിക്കണ്ട. എന്റെ ഭാവിയെ കുറിച്ച് ആലോചിക്കാൻ എന്റെ അമ്മയുണ്ട്, അവര് നോക്കിക്കോളും. അതുകൊണ്ട് നിങ്ങൾ ആ റോളിലേക്ക് തൽക്കാലം കയറി വരാൻ നോക്കണ്ട, നടക്കില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് സ്വാതി ഒന്ന് പോയിട്ട്, സേതു നിങ്ങളുടെ പേഴ്സിലുള്ളായിരിക്കും, പക്ഷെ അങ്ങനെ കയ്യിലാക്കിയതുപോലെ എന്നെ കയ്യിലാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട എന്ന് പറഞ്ഞു. അത് സാധിക്കില്ല എന്ന് പറഞ്ഞ് സ്വാതി നേരെ താഴേക്ക് ഇറങ്ങിപ്പോയി. കുറച്ചു നേരം പല്ലവി നിന്നു. എന്നിട്ട് പല്ലവിയും അങ്ങോട്ടേക്ക് അങ്ങ് പോവാണ് കേട്ടോ. ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എങ്കിലും ഇരിക്കട്ടെ എന്നുള്ള മട്ടില്. അപ്പൊ സ്വാതിയുടെ കൂട്ടുകാരി അങ്ങോട്ടേക്ക് വന്നിട്ട്, സ്വാതി എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു, നന്നായി നീയും പേര് കൊടുത്തത്. നീയും കൂടി ഉണ്ടല്ലോ എനിക്കൊരു കൂട്ടായിട്ട്. അതിനെ കുറിച്ചാണോ നീ പറയണത് എന്ന് ചോദിച്ചു. അതെ, നീ ഉണ്ടെന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു. അയ്യോ ഞാനില്ല. നീയും കൂടെ വരണം പ്ലീസ് സ്വാതി, എങ്കിലും ഒരു രസമുള്ളൂ. പല്ലവിയുടെ ക്ലാസ്സിലിരിക്കണ്ടേ, അതിലിപ്പോ ഏതാ കടലിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നതിനാ? അല്ല, പല്ലവി ചേച്ചിയുടെ ക്ലാസ് നല്ലതല്ലേ, പിന്നെ ക്ലാസ് ശ്രദ്ധിക്കാനായിട്ടാണോ നമ്മൾ പോണത്? സമയം കളയാനല്ലേ? പുറത്തുനിന്ന് കുട്ടികളും വരും, ആൺകുട്ടികളായിരിക്കും വരുന്നത്. മനസ്സിലായി. അവരുമായിട്ട് കമ്പനി അടിച്ച് നമുക്ക് നടക്കാം. പഠിക്കുന്ന ആവശ്യമില്ലല്ലോ, ഉഴപ്പാന്നേ. വെക്കേഷൻ നമുക്ക് അടിച്ചു പൊളിക്കാം. അതിനാ നമ്മള് ഇപ്പൊ ഈ കോഴ്സ് ചെയ്യുന്നത്. പറ്റില്ല എന്ന് മാത്രം നീ പറയല്ലേ. നിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സ്വാതി, നീ ഉണ്ടായേ പറ്റൂ. അവസാനം സ്വാതിക്ക് എന്തോ ഒരു മനം മാറ്റം, എന്നാ പിന്നെ ചേർന്നേക്കാം എന്നുള്ള മട്ടില്.
പിന്നെ നമ്മൾ കാണുന്നത് സേതുവിനെയും അച്ചുവിനെയാണ്. അപ്പൊ അച്ചുവിനെയും കൂട്ടിക്കൊണ്ട് ദേണ്ട നിഖിലിനെ കാണാൻ റെസ്റ്റോറന്റിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ. അപ്പൊ വേഗം സേതു നിഖില് വന്നിട്ടില്ല എന്ന് തോന്നുന്നു, വാ നമുക്ക് അവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് ഒരു ടേബിളിൽ അവരോട് ഇരുന്നു. അപ്പൊ വെയിറ്റർ അങ്ങോട്ടേക്ക് വന്നു. എന്താ വേണ്ട സാർ എന്ന് ചോദിച്ചു. അതെ, ചായ 2 ചായ ഉണ്ടോ? ഉണ്ട് സാർ എന്ന് 2 ചായ എടുത്തോ എന്ന് പറഞ്ഞു. അപ്പൊ 2 ചായ എടുക്കാനായിട്ട് അങ്ങോട്ട് പോയി. അപ്പം അച്ഛന്റെ മുഖം തെളിഞ്ഞിട്ടില്ല. എന്ത് പറ്റി മോളെ, നിന്റെ മുഖം എന്താ തെളിയാതിരിക്കുന്നത്? അല്ല, നീ നിന്റെ ഭാവി വരണയല്ലേ കാണാനിരിക്കുന്നത്, അപ്പൊ സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? എന്തോ എനിക്കത് പറ്റുന്നില്ല ഏട്ടാ എന്ന് പറഞ്ഞു. മോളെ, കാരണം എന്താന്ന് ചോദിച്ചാല് എനിക്ക് അറിഞ്ഞുകൂടേട്ടാ, അതുകൊണ്ടാ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, മോക്ക് ഈ കല്യാണത്തിന് ഇഷ്ടല്ലേ എന്ന് ചോദിച്ചു. എതിർപ്പൊന്നുമില്ല, പക്ഷെ എന്നാലും എന്തോ ഒരു വല്ലായിക പോലെ തോന്നുക എന്ന് പറഞ്ഞു. അപ്പൊ സേതുവിന് അത്ര ഇഷ്ടമൊന്നുമുള്ള കേരളല്ല. അപ്പൊ അതേ ചായ കൊണ്ട് കൊടുത്തു. അപ്പൊ ചായ വേഗം ഇവരുടെ കുടിക്കാൻ തുടങ്ങുകയാണ്. അപ്പൊ അച്ചു വായിലോട്ട് വെച്ചിട്ട് അയ്യോ എന്ന് വിളിച്ചു. എന്താ? അതെ, ഭയങ്കര ചൂട്, അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ സേതു കുഞ്ഞു കുട്ടികൾക്ക് ആറ്റി കൊടുക്കുന്നത് പോലെ ചായയൊക്കെ ആറ്റി ഊതി ആറ്റിയൊക്കെ കൊടുക്കുകയാണ് അച്ചുവിന്. അച്ചുവിന് ഭയങ്കര സന്തോഷമായിട്ടോ. ഇപ്പൊ ചൂടൊക്കെ അല്ലേ എന്ന് ചോദിച്ചു. അതെ ഏട്ടാ. അപ്പൊ ഇവർ രണ്ടുപേരുടെ ചായ കുടിക്കുന്ന സമയത്താണ് നിഖില് കയറി വരുന്നത്. വരുമ്പോ തന്നെ സേതുവിനെ കണ്ടു. അപ്പോഴേ അവന്റെ മുഖം വാടി. അവന്റെ പ്രതീക്ഷയൊന്നും നടക്കില്ലല്ലോ. ഏട്ടനെയും കൂട്ടിയാണോ വന്നത് എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ചു തനിച്ചാ വരുന്നതെന്ന്. അല്ല, ഞാൻ വന്നത് ഒരു ബുദ്ധിമുട്ടായോ നിഖിലിന് എന്ന് ചോദിച്ചു. ആയോ എന്ന് ചോദിച്ചാ ആയി. സ്വർഗത്തിലെ കട്ടുറുമ്പാവുക എന്നൊക്കെ പറയാറില്ലേ, അതാ ഇപ്പൊ നിങ്ങൾ കാണിച്ചിരിക്കുന്ന പണി എന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും വേണ്ടിയില്ല. ശരി, എന്നാ നിങ്ങൾ ഈ ടേബിളിൽ ഇരുന്നോ, ഞാൻ അപ്പുറത്തേക്ക് മാറിയിരിക്കാം. വേണ്ട, ഞങ്ങൾ അപ്പുറത്തിരുന്നോളാം എന്ന് പറഞ്ഞു. നീ വാച്ചു എന്ന് പറഞ്ഞു. ഇനിയിപ്പം അതല്ലേ പറ്റൂ എന്നുള്ള മട്ടിൽ ഒരു പുച്ഛ ഭാവത്തിലവൻ. അപ്പൊ പതുക്കെ നിഖിലിന്റെ അടുത്തേക്ക് അച്ചു എഴുന്നേറ്റ് ചെന്നു. എഴുന്നേറ്റ് എന്താ നീ എന്തിനാ ഏട്ടനെ കൂട്ടി വന്നത്? നിനക്ക് എന്താ തനിയെ വരാൻ അറിയില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെയൊന്നും പോയി ശീലമില്ല. ഞാനും അങ്ങനെ തന്നെയാ, എങ്കിലും അതൊക്കെ ഒന്ന് ശീലിക്കണ്ടേ എന്ന് ഉടനെ നിഖിലിങ്ങനെ ചോദിക്കാണ് കേട്ടോ. കല്യാണമാ വരാൻ പോകുന്നത്, അതുകൊണ്ടേ അതിനു മുൻപ് കിട്ടുന്ന ഇത്തരം സമയങ്ങള് നമ്മൾ നന്നായി യൂസ് ചെയ്യല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അത് കല്യാണത്തിന് ശേഷവും ആവാലോ. കല്യാണത്തിന് മുമ്പത്തെ പോലെയാണോ കല്യാണത്തിന് ശേഷം? പാറാച്ചോ, നിന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഡേറ്റിങ്ങിന് വരെ തയ്യാറായനെ. അതായിരുന്നു അവസ്ഥ. ഈ ലോകത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിനക്ക് വല്ല അറിയോ അച്ചു? അതെ. അപ്പൊ അച്ചു ഒന്നും മിണ്ടുന്നില്ല. ഇവനെ തന്നെ അച്ഛൻ അത്ര അങ്ങോട്ട് പിടിക്കണില്ല എന്നുള്ളത് സത്യം. ശരി, നമുക്കൊരു സെൽഫി എടുത്താലോ? അതൊക്കെ വേണോ? വേണം, കുറച്ചൊക്കെ എന്റെ ഇഷ്ടത്തിനും നീ നിൽക്കണം എന്ന് പറഞ്ഞ് അച്ഛനെ വിളിച്ചു. അപ്പൊ ഒന്നുമില്ലെങ്കിലും ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ ഞാൻ. അപ്പൊ അച്ഛനെ വിളിച്ച് ഇവ സെൽഫി എടുക്കുകയാണ്. അപ്പൊ അച്ഛന്റെ ദേഹത്ത് തൊടുന്നൊന്നും അച്ഛൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നീ വീട് എന്റെ ദേഹത്ത് തൊടല്ലേ, നീ ഒന്ന് അടങ്ങി നിൽക്ക, താൻ എന്തേ കാണിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞപ്പോ സേതുവിന് കാര്യം മനസ്സിലായി. മതി, പോവാം എന്ന് പറഞ്ഞു. എടുത്തു കഴിഞ്ഞിട്ടില്ല, എടുത്തെടുത്തോളം മതി എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാ ഇത് കയറി ഇടപെടുന്നത്? എന്റെ അനിയത്തിയാ, ഞാൻ ഏട്ടനാ, അപ്പൊ ഞാൻ ഇടപെടും. അതെ അതെ, ഞാൻ അവിടെ കെട്ടാൻ പോകുന്നയാളാ. അയ്യോ, കെട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ, കെട്ടിയില്ലല്ലോ. അച്ചു, നീ വണ്ടിയിലിരിക്ക എന്ന് പറഞ്ഞു. അച്ചു അത് പെട്ടെന്ന് തന്നെ അനുസരിച്ചു. അച്ഛൻ നേരെ വണ്ടിയിലേക്ക് അങ്ങ് പോയി. എന്നിട്ട് സേതു, ഷോ ഇത് വലിയ ശല്യമായല്ലോ എന്നിവനിങ്ങനെ പറയാണ്. സേതു ഒന്ന് തിരിഞ്ഞു നിന്നോട്ടോ. സേതുവിന് കളി വന്നാൽ അറിയില്ല. അതെ, എന്റെ അനിയത്തിയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടല്ല, പിന്നെ ഇപ്പൊ പറഞ്ഞതിന് മറുപടിയും അറിയാൻ മേലാഞ്ഞിട്ടല്ല. മോനെ നിഖിലേ, കുറച്ചുകൂടൊക്കെ നിലവാരം നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നീ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനോട് തോന്നുന്ന ഒരു മതിപ്പുണ്ട്, അതില്ലാതാക്കാൻ നീയായിട്ട് അവസരം ഉണ്ടാക്കരുത്, മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട് സേതു അങ്ങോട്ട് ഇറങ്ങി അങ്ങ് പോയി. അപ്പൊ പിന്നെ നമ്മൾ കാണുന്നത് പൂർണിമാമേനെയാണ്. അപ്പൊ വീട്ടിലാണ് കേട്ടോ. അപ്പൊ പൂർണിമാമ അച്ചു ഇതേ വന്നപടി അച്ചു അവിടെ പോയി ഇങ്ങനെ ഇരിക്കാണ്. സേതുവും വന്നു. എന്താ അച്ചു സേതു ഇവരുടെ മുഖം വല്ലാണ്ടിരിക്കുന്നത്? പറയാം എന്ന് പറഞ്ഞു. അപ്പൊ നടന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ പറയാണ്. അപ്പം ഇതൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങോട്ടേക്കൊന്നും പോവണ്ട എന്ന് പറഞ്ഞത്. എന്നാലും അവനെന്താ അങ്ങനെ അച്ഛനോട് പെരുമാറിയത് എന്ന് ചോദിച്ചു. അതെ, എന്റെ സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ശരിക്കും പൂർണിമാമേ ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. പക്ഷേങ്കില് ഞാന് എന്തോ എന്റെ കല്യാണം ഉറപ്പിച്ചതല്ലേ, ഇനിയും കല്യാണം മുടങ്ങണ്ട എന്ന് കരുതിയിട്ട് മാത്രമാണ്. അത് അച്ഛന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. നമ്മുടെ തീരുമാനം അത് തെറ്റായി പോയ മോനെ. അറിയില്ല പൂർണിമാമേ, ചിലപ്പോ അവന്റെ രീതികൾ അതായിരിക്കും. പുറത്തൊക്കെ പോയി പഠിച്ച ആളല്ലേ പൂർണിമാമേ, ആ സംസ്കാരം ആയിരിക്കും അവൻ ചിലപ്പോ കാണിച്ചത്. മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു.
പക്ഷെ അത് അച്ഛന് ഇഷ്ടായിട്ടില്ല, എനിക്കും ഇഷ്ടായില്ല എന്ന് തന്നെ പറഞ്ഞു. എന്താണേലും ഞാൻ പ്രതാപനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. എന്റെ ഒരു സ്വഭാവം വെച്ച് അറിയാലോ, എന്റെ ഒരു കാര്യം ഇപ്പം മോനെ, ശരിക്കും നമ്മള് പെട്ടെന്ന് എടുത്തു ചാടുകയല്ല ചെയ്യേണ്ടത്, വിവേകാ വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ പ്രതാപനെ കാണാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പ്രതാപന്റെ അടുത്ത് ചെന്ന നിഖില് കാര്യം പറഞ്ഞു. ആഹാ, സംസാരിക്കും, ഈ പ്രതാപൻ സംസാരിക്കും. എനിക്ക് സേതുവിനെ ഒരു പേടിയില്ല. അവനെന്താ ഗുണ്ടയോ? അവൻ തറയാണെങ്കിൽ ഞാൻ അതിലും വലിയ തറയാ. ഇത് അവനോട് ചോദിച്ചിട്ട് തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞു. ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് പോരെ പ്രതാപേട്ടാ എന്ന് ചോദിച്ചു. മോളെ പപ്പി, പത്മജെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. സെൻട്രൽ ജയില് ആണുങ്ങൾക്കുള്ളതാണ്. ഞാൻ അത് ചോദിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഇവ വാശി പിടിച്ച് നിൽക്കാണ്. പ്രശ്നമാക്കിയിരിക്കും ഞാൻ. സേതു ഇനി ഒരിക്കലും ഭാരിച്ച വിഷയങ്ങളിൽ കയറി തലയിടാൻ വരാൻ പാടില്ല. അത് പറഞ്ഞുറപ്പിച്ചിട്ടേ ഇനി ഞാൻ അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞ് ഈ പ്രതാപൻ കെട്ടും കിടക്കൊക്കെ എടുത്ത് പോവാണ്. അപ്പൊ നിഖിലിനോട് വാടാ, ഭയങ്കര മാസമായിട്ടാണ് പോണത്. അപ്പൊ നിഖില് പുറകെ ചെല്ലുകയാണ് കേട്ടോ. അപ്പൊ പത്മയ്ക്കറിയാതെ ഇത് ഇത്രയൊക്കെ സംഭവിക്കാൻ പോണുള്ളൂ എന്നുള്ള കാര്യം. നേരെ പ്രതാപൻ വെച്ച് പിടിച്ചു പൊന്നുമടത്തിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. പൊന്നുമടത്തിലേക്ക് നിഖിലിനെയും കൂട്ടിക്കൊണ്ട് ചെന്നു. ആഹാ, ഇതാരൊക്കെയാ വന്നിരിക്കുന്നത്? അതെ അങ്കളെ, അത് വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേനും, എന്റെ മെയ്വഴക്കം നീ കണ്ടിട്ടില്ലല്ലോ, പഴയ കളരിയടാ കളരി. നീ ഇപ്പൊ കണ്ടോ ഇതിന്റെ അടവ് എന്താന്ന് നീ കണ്ടോ എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ നിഖിലിനെ കൂട്ടിക്കൊണ്ട് ഇവനകത്തേക്ക് ചെന്നു. അകത്തേക്ക് കയറി ചെല്ലുമ്പോ പൂർണിമ അവിടെ നിൽക്കാണ്. ചേച്ചി എന്ന് വിളിച്ചു. ആഹാ, ആരായി വന്നിരിക്കുന്നത്? അത്ഭുതമാണല്ലോ, കാണണമെന്ന് ഞാൻ വിചാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും മുന്നിലെത്തിയല്ലോ. ഞാൻ വന്നതേ ചിലതൊക്കെ ചോദിക്കാനാ. എനിക്കും പലതും ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു പൂർണിമ. ഈ കല്യാണം നടത്തണോ അതോ വേണ്ടെന്ന് വെക്കണോ? അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അതെന്താന്നേ ദേ ഇവനറിയാം, ഇവനോടെന്താന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു. അപ്പൊ നിഖിലിനെ നോക്കുകയാണ്. ഞങ്ങളൊക്കെ പരിഷ്കാരികളൊന്നും അല്ല നിഖിലെ, എന്റെ ഭർത്താവും ഞാനും നല്ല അന്തസ്സോടുകൂടി തന്നെയാ മക്കളെ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ടേ കല്യാണത്തിന് മുമ്പ് ദേഹത്ത് തൊടുക, ഒരുമിച്ച് ഫോട്ടോ എടുക്കുക, അതിനൊന്നും എന്റെ കുട്ടികളെ കിട്ടില്ല എന്ന് പറഞ്ഞു. ദേഹത്ത് തൊട്ടെന്നോ? ആര്? ദേ നിൽക്കുന്നു, ചോദിച്ചു നോക്ക് നീ. നീ അവളുടെ ദേഹത്ത് തൊട്ടോ? അല്ല അങ്ങളെ, അത് പിന്നെ നൂജൻ. മെണ്ടിപ്പോവരുത്. പ്രതാപൻ അപ്പ കാല് മാറി. ദേഹത്ത് തൊട്ടുള്ളൊരു കളി വേണ്ട. നീ ഇപ്പൊ തന്നെ അച്ഛനോട് മാപ്പ് പറയണം. അച്ചു ഇവിടെ എന്ന് ചോദിച്ചു. മോളെ അച്ചു എന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ അച്ചുവും അതുപോലെ തന്നെ നമ്മുടെ പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ് കേട്ടോ. മോളെ ഇവിടെ എന്ന് പറഞ്ഞ നിഖിലിനെ കയ്യെ പിടിച്ച് വലിച്ച് പ്രതാപൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണം. സോറി മോളെ, അങ്ങൾ അറിഞ്ഞില്ല, ഇവന് ഒരു വെളിവില്ലാത്തവനാ, അവൻ പുറത്തല്ലേ പഠിച്ചത്, അതിന്റെ ഒരു ശീലക്കേടാ, മോള് കാര്യാക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് മോളോട് സോറി പറയടാ എന്ന് പറഞ്ഞു. മര്യാദയ്ക്ക് പറയാനാ പറഞ്ഞത്. അപ്പൊ അവസാനം സോറി എന്ന് പറഞ്ഞു. സെറ്റ് പറ്റിപ്പോയി എന്നാ ഇവൻ ഇങ്ങനെ മനസ്സോടെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് പ്രതാപനെ ഒന്ന് നോക്കി. പ്രതാപൻ മറ്റേ കളരി ഒന്നും ആയില്ല. കളരി ലാസ്റ്റ് നേരെ മറുകണ്ഠം ചാടിയത് കണ്ടിട്ട് നിഖില് നിൽക്കുകയാണ്. സത്യമായ മാപ്പ് പറയിക്കാനാ ഞാൻ ഇവനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്ന ചേച്ചി. അപ്പൊ സേതു അപ്പുറത്ത് നിൽപ്പുണ്ട്. സേതുവിനെ കണ്ടു. കേട്ടപ്പോ രക്തം എന്റെ തിളച്ചു കയറി. എനിക്ക് സഹിക്കാൻ പറ്റുമോ? എന്റെ അച്ഛമോളുടെ മുഖം വാടി എന്നറിഞ്ഞാല് ഒരിക്കലും എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രതാപൻ. അപ്പൊ നിഖില് പതുക്കെ രഹസ്യമായിട്ട് നമ്മുടെ പ്രതാപന്റെ ചെവിയില് ചോദിക്കാം, അങ്ങളെ ഇതല്ലേ ആ മെയ്വഴക്കം, ഇതല്ലേ കളരി? അപ്പൊ നാണം കെട്ട് ചമ്മി നിൽക്കുകയാണ് പ്രതാപൻ. ഇനിയൊന്നും പറയാനും പറ്റില്ല. അപ്പൊ സേതു ഇതെല്ലാം കേട്ട് അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പൊ സേതു പതുക്കെ എന്ത് ചെയ്തു എന്നറിയോ? മീശയൊക്കെ ഒന്ന് പിരിച്ച് ഒന്ന് സെറ്റാക്കി വച്ചിട്ട് നേരെ നിഖിലിന്റെ അടുത്തേക്ക് വന്നു. കഴിഞ്ഞത് കഴിഞ്ഞു, മോനിങ് വന്നേ എന്ന് പറഞ്ഞു. മേലാൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല. അനിയത്തിമാരെന്ന് പറഞ്ഞ അതെന്റെ ജീവനാ. അവരുടെ കണ്ണൊന്ന് കലങ്ങി നിറഞ്ഞ പിന്നെ കാരണക്കാരനായവൻ ഇത്തിരി വിഷമിക്കും. സേതുവിന് എത്ര വലിയവനാണെങ്കിലും അതൊരു പ്രശ്നമേ അല്ല കേട്ടോ. സേതുവിന്റെ അടുത്ത് അത് നടക്കുകയില്ല. പിന്നെ അതെന്നാണേലും തടുക്കാൻ വരരുത്. സേതുവിനെ തൽക്കാലം ഉപദേശിക്കാനൊന്നും അറിയില്ല, അല്ലാതെ തന്നെ നന്നായിക്കോളും. അതാ എന്റെ ഒരു ശീലം, അങ്ങനെയാ ഞാൻ ശീലിച്ചേക്കുന്നത്. വെറുതെ തടി കേടാക്കാൻ നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം പ്രതാപം വന്നിട്ട്, അയ്യോ ഇല്ല, ഇവനൊരു പാവന്നേ, ഇവന് ഒരബദ്ധം പറ്റിയതല്ലേ, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു സേതു. അതെ, ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ പൂർണിമയ്ക്കും ഭയങ്കര സന്തോഷമായി. നമ്മുടെ അച്ഛനും ഇത് കേട്ടിട്ട് ഇങ്ങനെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ്. ചോദിക്കാനും പറയാനും ഒരേട്ടൻ തന്നെ ഉണ്ടല്ലോ
ഇനിയുള്ള കാര്യം അവൻ നോക്കിക്കോളും എന്ന് മനസ്സിലായി. പിന്നെ കാണുന്നത് നമ്മുടെ പൂർണിമാമ സേതുമാധവന്റെ അച്ഛനുണ്ടല്ലോ, മാധവന്റെ മുന്നിലേക്ക് പോയി നിന്നിട്ട് ഇങ്ങനെ പറയാണ്, മാധവന്റെ ഫോട്ടോയെ നോക്കിയിട്ട് കേട്ടോ. ശരിക്കും മാധവേട്ട, അന്ന് അങ്ങനെ വിൽപത്രം എഴുതി വെച്ചപ്പോ സംശയിച്ചവളാ ഞാന്. പക്ഷേങ്കില് ഇപ്പം മനസ്സിലായി മാധവേട്ടൻ എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന്. ഇപ്പോ എനിക്ക് എന്റെ മക്കളെ കുറിച്ച് ഓർത്ത് എനിക്ക് ഒരു ആദിയില്ല എന്റെ മാധവേട്ട. അവർക്ക് ഇന്നൊരു നാഥനുണ്ട്, സേതു മാധവൻ എന്ന ഏട്ടൻ. ഞാനും മക്കളും ഇപ്പോ തനിച്ചല്ലോ. ഞങ്ങൾക്ക് എന്താപത്ത് വന്നാലും ഞങ്ങളെ രക്ഷിക്കാൻ സേതു ഉണ്ട്. അതാ ഏറ്റവും വലിയൊരു സന്തോഷാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ മാധവനോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെല്ലുമ്പോ നമ്മുടെ പല്ലവി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ പല്ലവി അങ്ങോട്ടേക്ക് വന്നു. ഒരു പരിചയമില്ലാത്ത എനിക്ക് സേതുവേട്ടൻ ഒരു അഭയം തന്നു, താമസിക്കാൻ ഒരു സ്ഥലം തന്നു. വെറും കല്യാണം നടത്തി പരിചയം മാത്രമുള്ള എന്നോട് ഇങ്ങനെ ചെയ്തു എങ്കിൽ, അങ്ങനെ ഒരു അലിവ് കാണിച്ചു എങ്കിൽ സ്വന്തം അനുമതിമാരെ സേതുവേട്ടൻ വിട്ട് കളയോ എന്റെ അമ്മേ എന്ന് ചോദിച്ചു. ശരി അമ്മ പറഞ്ഞത്. ഇപ്പൊ ഈ വീടിന് ഒരു നാഥനുണ്ട്. നിങ്ങൾക്കുണ്ടാവുന്ന ഓരോ സങ്കടങ്ങളും ചോദ്യം ചെയ്യപ്പെടാതെ ഇനി പോവെന്ന് പേടിക്കണ്ട, അതുണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല കേട്ടോ, സേതുവേട്ടൻ എന്നും നിങ്ങൾക്ക് ഒരു ആശ്വാസമായിരിക്കും, ഒരു തണൽ. അതുകൊണ്ട് സന്തോഷം കൊണ്ടാണെങ്കിൽ പോലും എനിക്ക് അറിയരുത് കേട്ടോ, മനസ്സിലാവുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒന്നും വേണ്ടിയില്ല പൂർണിമാമ. കല്യാണം വരുന്നത്, ഇനി ഈ വീട്ടില് ആരുടെയും മുഖം പാടാൻ പാടില്ല, കണ്ണു നിറയാൻ പാടില്ല. കല്യാണം അത് മാത്രമായിരിക്കണം ഇനി മനസ്സിലുണ്ടാവേണ്ടത്, സമ്മതിച്ചോ? എന്ന് പറഞ്ഞു. ആ മിടുക്കി എന്ന് പറഞ്ഞോണ്ട് അപ്പൊ പല്ലവിയെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാണ് നമ്മുടെ പൂർണിമാമ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ബൈ ആൻഡ് സീ യു അഗെയിൻ.